Hello, welcome to my channel Homemade. ഹലോ, നെല്ലിപ്പുളി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ നെല്ലിപ്പുളി കൊണ്ടുള്ള അച്ചാറാണെങ്കിലോ അതിലും ടേസ്റ്റാണ്. നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ? എല്ലാവരുടെയും വായിൽ ഇപ്പോഴേ വെള്ളം വരുന്നുണ്ടല്ലേ? നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇവിടെ നിറയെ നെല്ലിപ്പുളി ഉണ്ടായി കിടക്കുകയാണ്. ഇത് പെട്ടെന്ന് അങ്ങ് വലുതായി അങ്ങ് കൊഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രിസർവ് ചെയ്യാനായിട്ട് ഒരേ ഒരു മാർഗ്ഗം അച്ചാറിട്ട് വെക്കുക എന്നുള്ളതാണ്. ഉപ്പിലിട്ടോ അച്ചാറിട്ടോ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഏതായാലും കുറച്ച് അച്ചാറിട്ട് കളയാമെന്ന്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? ഞാൻ കുറച്ച് നെല്ലിപ്പുളി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിൽ വേവിക്കാൻ വെക്കാൻ പോവാണേ. അപ്പോൾ ആദ്യം പാത്രത്തിൽ നെല്ലിപ്പുളി എടുത്തതിന് ശേഷം അത് മുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 2 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാൽ നെല്ലിപ്പുളിയുടെ പുറമേ ഉള്ള ആ മാംസഭാഗം എല്ലാം സോഫ്റ്റായി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അതൊന്ന് അലുത്ത് കിട്ടണമെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് അച്ചാറിടുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ്. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലോ എന്തിലെങ്കിലും ആവശ്യത്തിന് എണ്ണ എടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് 1/4 കപ്പോളം വെളിച്ചെണ്ണ വേണം. അച്ചാറിടാനല്ലേ, അപ്പം നിറയെ എണ്ണ ഉള്ളത് നല്ലതാണ്. അപ്പോൾ എണ്ണയിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം കടുക് ഞാൻ ഇട്ടിട്ടുണ്ട്. കൂടുതൽ കടുകിടുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുത്ത് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ഒരു വെളുത്തുള്ളി ഫുൾ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ഒരു 10-20 അല്ലിയോളം ഉണ്ടാവും. ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 6 വറ്റൽമുളകും ആവശ്യത്തിന് വേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പുളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പുളി എണ്ണയിൽ കിടന്ന് ഒന്ന് വഴന്ന് വരണം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പുളി ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, ഒരു 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും പൊടികളാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഉപ്പ്, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിടാൻ മറക്കരുത്. അതൊരു പ്രത്യേക ടേസ്റ്റ് തരും. ഉലുവാപ്പൊടി പിന്നെ മുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കടുക് വറുത്ത് വെറുതെ എണ്ണയില്ലാതെ വറുത്ത് പൊടിച്ചാണേലും ചേർക്കാം. അതും നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാത്ത ഉപ്പോ മുളക് പൊടിയോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിപ്പുളി അച്ചാർ റെഡി. അപ്പോൾ നെല്ലിപ്പുളി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ അച്ചാറൊന്ന് ഇട്ട് നോക്കണേ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയച്ചു തരാനും മറക്കരുത്. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.